ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എൻ എൻട്രൻസ് ടെസ്റ്റ് that is graded on the basis of 2 examinations, the probability of a randomly chosen student passing the first examination is 0.8 and the probability of passing the second exam is 0.7. The probability of passing at least one of them is 0.95. What is the probability of passing both? ക്വസ്റ്റ്യൻ വല്ലതും മനസ്സിലായോ? നമുക്കൊന്ന് എഴുതി നോക്കാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. 2 എക്സാം പാസ്സാവണം അല്ലേ? ശരിയല്ലേ? 2 എക്സാം ഉണ്ട്, ശരിയല്ലേ? 2 എക്സാമുകളുണ്ട്. ആദ്യത്തെ എക്സാം പാസ്സാവാനുള്ള ചാൻസ്, ഫസ്റ്റ് എക്സാമിനെ നമുക്ക് എ എന്ന് പറയാം, സെക്കൻഡ് എക്സാമിനെ നമുക്ക് ബി എന്ന് പറയാം. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സാം പാസ്സാവാനുള്ള ചാൻസാണ് ഉദ്ദേശിച്ചത്. 0.8 തന്നിട്ടുണ്ടല്ലോ. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ എക്സാം പാസ്സാവാനുള്ള ചാൻസ്. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ എക്സാം, അതായത് രണ്ടാമത്തെ എക്സാം പാസ്സാവാനുള്ള ചാൻസ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 0.7. അടുത്തത് പ്രോബിലിറ്റി ഓഫ് പാസിങ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം എന്ന് പറഞ്ഞാൽ 3 കേസ് അവിടെ വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. ആദ്യത്തെ എക്സാം മാത്രം പാസ്സാവുന്ന കേസ് ഉണ്ട് അതിൽ, രണ്ടാമത്തെ എക്സാം മാത്രം പാസ്സാവുന്ന കേസ് അതിലുണ്ട്, രണ്ടും പാസ്സാവുന്ന കേസും അതിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ എക്സാം എന്ന് പറഞ്ഞാൽ എ ഓർ ബി ആണ്. എക്സാം എ ഓർ എക്സാം ബി പാസ്സാവാനുള്ള ചാൻസ്. എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എ ഓർ ബി എന്ന് പറഞ്ഞാൽ എക്സാം എ മാത്രം പാസ്സാവുന്ന കേസ് അതിലുണ്ട്, എക്സാം ബി മാത്രം പാസ്സാവുന്ന കേസ് അതിലുണ്ട്, എക്സാം എയും ബിയും രണ്ടും പാസ്സാവുന്ന കേസും അതിലുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എ ഓർ ബി, എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ആണ്. അതൊന്നും ഓർത്ത് വെച്ചേക്ക്. പി ഓഫ് എ യൂണിയൻ ബി ആണ് 0.95. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ. 2 എക്സാമും പാസ്സാവാനുള്ള ചാൻസ് എന്താണ് അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. 2 എക്സാമും പാസ്സാവാനുള്ള ചാൻസ് എന്താണ്? നമുക്കറിയാവുന്ന ഫോർമുല പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇതിനകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ഓഫ് എ യൂണിയൻ ബി 0.95 ആണ് തന്നിട്ടുണ്ട് ഇല്ലേ? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.8 ആണ്. പി ഓഫ് ബി 0.7 ആണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അറിയില്ല. അപ്പോൾ ഒന്നുകൂടി 0.95 ഈക്വൽ ടു 0.8ഉം 0.7ഉം ആഡ് ചെയ്താൽ 1.5 വരും. മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഒന്ന് അറേഞ്ച് ചെയ്താലോ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു അറിയാമല്ലോ, 0.95 അങ്ങോട്ട് പോകും. 1.5 മൈനസ് 0.95 വരും. 1.5 മൈനസ് 0.95 വരും. അതെത്രയാണെന്ന് അറിയാമോ? 1.5 മൈനസ് 0.95 ചെയ്താൽ 0.55 ആണ് ആൻസർ.